ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കൺജങ്ഷൻസ് അഥവാ ഘടകപദങ്ങൾ എന്നുള്ളതാണ്. ഇത് പദങ്ങളെയോ വാക്യങ്ങളെയോ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൺജങ്ഷൻസ് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ആദ്യത്തേത് നൈദർ നോർ, അതുമല്ല ഇതുമല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ വാക്യങ്ങളിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് നൈദർ നോർ. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അദ്ദേഹം അവിടെയുമില്ല ഇവിടെയുമില്ല. ഹീ ഈസ് നൈദർ ദെയർ നോർ ഹിയർ. ഓക്കെ. അടുത്തത് അവൾക്ക് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല. ഷീ ക്യാൻ നൈദർ റീഡ് നോർ റൈറ്റ്. പൂച്ചകൾക്കോ പട്ടിക്കോ ആഹാരം കൊടുത്തിട്ടില്ല. നൈദർ ദ ക്യാറ്റ്സ് നോർ ദ ഡോഗ് ഹാസ് ബീൻ ഫെഡ്. അടുത്തത് ഐദർ ഓർ, ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ വാക്യങ്ങളിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ഐദർ ഓർ. ഒന്നുകിൽ അകത്തേക്ക് വരൂ അല്ലെങ്കിൽ പുറത്തേക്ക് പോകൂ. പ്ലീസ് ഐദർ കം ഇൻ ഓർ ഗോ ഔട്ട്. ഇത് മനസ്സിലായല്ലോ. അടുത്ത എക്സാമ്പിൾ, ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യണം. ഐദർ യു ഓർ ഐ മസ്റ്റ് ഡു ദിസ്. അടുത്ത കൺജങ്ഷൻ വൈൽ എന്നുള്ളതാണ്. അപ്പോൾ, ആ സമയത്ത്, അതേ സമയം എന്നിങ്ങനെയുള്ള അർത്ഥത്തിലാണ് വാക്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത്. അവൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഹി ഫെൽ അസ്ലീപ് വൈൽ ഹി വാസ് റീഡിങ്. ഹി ഫെൽ അസ്ലീപ് വൈൽ ഹി വാസ് റീഡിങ്. അടുത്തത്, അവൾ തിരുവനന്തപുരത്ത് ആയിരുന്നപ്പോൾ സംഗീതം പഠിച്ചു. ഷീ സ്റ്റഡീഡ് മ്യൂസിക് വൈൽ ഷി വാസ് ഇൻ ട്രിവാൻഡ്രം. മറ്റൊരു കൺജങ്ഷൻ ദോ ഓൾ ദോ, എങ്കിലും അങ്ങനെയാണെങ്കിലും എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ വാക്യങ്ങളിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ. അവൻ പാവപ്പെട്ടവനാണെങ്കിലും സന്തോഷവാനാണ്. ദോ ഹീ ഈസ് പുവർ ഹീ ഈസ് ഹാപ്പി. അടുത്ത എക്സാമ്പിൾ, അവർ ഓടിയിട്ടും അവർക്ക് ബസ് കിട്ടിയില്ല. ഓൾദോ ദേ റാൻ ദേ മിസ്ഡ് ദ ബസ്. അവൾ നല്ലതുപോലെ പരിശ്രമിച്ചെങ്കിലും പരീക്ഷയിൽ തോറ്റുപോയി. ഓൾദോ ഷീ വർക്ക്ഡ് ഹാർഡ് ഷീ ഫെയിൽഡ് ഇൻ ദ എക്സാം. അപ്പോൾ ദോ, ഓൾദോ എന്നീ കൺജങ്ഷൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. അടുത്തത് ആസ്, ആ സമയത്ത്, അക്കാരണത്താൽ, അതുപോലെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അത് അതുപോലെ വിട്ടേക്കൂ. ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലും ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയില്ല. മച്ച് ആസ് ഐ ലൈക്ക് യു ഐ വോണ്ട് മാരി യു. അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവളെ കണ്ടു. ഐ സോ ഹർ ആസ് ഷി വാസ് ഗെറ്റിംഗ് ഡൗൺ ഫ്രം ദ ബസ്. അപ്പോൾ ഇന്ന് പഠിച്ച കൺജങ്ഷൻസ് നൈദർ നോർ, ഐദർ ഓർ, വൈൽ, ദോ, ഓൾദോ, ആസ് എന്നിവ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.